ധീരന്മാരായിട്ടുള്ള വിവിധ മേഖലകളിൽ വിരാജിക്കുന്നവർക്ക് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തി. അതുകൊണ്ട് ആ ചരിത്രത്തിന്റെ തുടർച്ചയാണ് CITയുടെ ഭാഗമായി 108 ആംബുലൻസിന്റെ സമ്മേളനം എന്നുള്ള നിലയിൽ ഇതിനെ കോർത്തിണക്കിയ രാജേഷിനെ അടക്കമുള്ള ഭാരവാഹികളെ ഞാൻ ആത്മാർത്ഥമായി CITന് വേണ്ടി ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പതാക ഉയർത്തലും ഉപ്പാർച്ചനയും അധ്യക്ഷനെല്ലാം വായിച്ചാൽ റിപ്പോർട്ട് കണക്ക് ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച മറുപടി പ്രമേയം തെരഞ്ഞെടുപ്പ് കൃതജ്ഞത അങ്ങനെ ഒരു വലിയ അജണ്ട വൺഡേ സമ്മേളനം എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് നിങ്ങളത് അംഗീകരിക്കുകയും ചെയ്തത്. ഇവിടെ വേദിയിൽ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള സാവ് ഗാനകുമാറാണ്. സാവ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടായിരുന്നതിൽ ഇവിടെ ഉണ്ടായിരുന്നു കോട്ടയത്ത്. സാറിന് കാലിനൊരു ആക്സിഡന്റ് പറ്റി റെസ്റ്റിലാണ് യഥാർത്ഥം. എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ ഇലക്ഷന്റെ വർക്കിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു. മാസ്റ്റർ കേട്ടുകൊണ്ട് ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഒരു വാക്കറുണ്ടെന്ന് വാക്കിംഗ് സ്റ്റിക്കിലാണ് വന്നത്. ഇന്നാണെങ്കിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കോട്ടയം ജില്ലയിലെ സഖാക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരും ഞാനും ഗാനകുമാറും എല്ലാം ഉൾപ്പെടെ അല്പം ഒരു തിരക്കിൽപ്പെട്ടുപോയ ഒരു പരിപാടി ഇന്ന് വന്നു വീണിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ടിയുടെ ഇലക്ഷൻ റിവ്യൂ, ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റികൾ ഇന്നലെയും ഇന്നുമായി സ്റ്റേറ്റിൽ മുഴുവനും ചേരുകയാണ്. തിരുവനന്തപുരം ഇന്നലെ 4 കമ്മിറ്റികൾ ഇന്ന് നിശ്ചയിച്ചതിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ റജി സക്കറിയ CITയുടെ ജില്ലാ പ്രസിഡന്റും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണ്. കാലിക്കറ്റ് കോട്ടയം MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സർ റജി സക്കറിയ കുറച്ച് കഴിയുമ്പോൾ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയാൽ പോകും എന്നുള്ള നിലയിലാണ് ഞാൻ വന്നിട്ട് പോകാൻ പറഞ്ഞ സാർ ഇവിടെ ഉണ്ട്. ഞാനാണെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊന്ന് പോയിക്കോട്ടെ എന്നാണ് ഞാൻ രാജേഷിനോടൊരു അഭ്യർത്ഥന വെച്ചിരുന്നത്. കാരണം എറണാകുളം ജില്ലാ പാർട്ടി DC യോഗം 12 മണിക്ക് തുടങ്ങുകയാണ്. 12 മണിക്ക് ഞാൻ തിരിച്ചെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 1 മണിക്കെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമില്ല. അപ്പൊ ആരാണ് ചർച്ച കേട്ടതിനൊക്കെ CITയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടി വന്നാൽ ഇടപെടാൻ ആരാണ് ഉണ്ടാവുക? റജി സക്കറിയ DC യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വർഷം കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമ്പോൾ റജി നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടാൻ വേണ്ടി ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ റജിയോട് പറഞ്ഞു. പിന്നെ സുരേന്ദ്രനുണ്ട്, ജയരാജനുണ്ട്, കോട്ടയത്തെ മറ്റ് പ്രധാനപ്പെട്ട സഹാക്കളും ഇവിടെ ഉണ്ടാവും. അതിലെത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു DC യോഗം കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോ ഗാനകുമാരനും പ്രശ്നമുണ്ട്. ഗാനകുമാരൻ ഇവിടെ ഉച്ചയ്ക്ക് എത്താന്നാണ് പറഞ്ഞത്. പക്ഷെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇന്നാ വെച്ചിരിക്കുന്നത്, പാർട്ടി ജില്ലാ കമ്മിറ്റി. അപ്പൊ ഞങ്ങളെല്ലാവരും പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയിലെ അംഗങ്ങളായതുകൊണ്ട് അതിനെ പൂർണ്ണമായി ഒരു നിരാകരിച്ചുകൊണ്ട് മറ്റൊരു പരിപാടി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് പോയാൽ അതൊരു നമുക്ക് തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചെറിയ തക്കക്കേട് ഇന്ന് ഫുൾ ടൈമായി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചർച്ചകളിൽ ഒക്കെ ഈ സമ്മേളനം പൂർണ്ണമായി തീരുന്നത് വരെ ഇരിക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങളെ ഞാൻ ആദ്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് പറയണമല്ലോ. ഇവർ നിങ്ങൾ അന്വേഷിക്കില്ല എവിടെ പോയി CIT നേതാക്കന്മാർ എന്ന് ചോദിക്കില്ല. അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ ഒരു അഡ്വാൻസായി മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും വളച്ചു കെട്ടിക്കുന്നു പറഞ്ഞത്. ഇവിടെ അധ്യക്ഷനായി വന്നുള്ളത് തിരുവനന്തപുരത്ത് CITയുടെ നേതൃത്വ നിലയിലുള്ള പ്രധാനപ്പെട്ട സഖാവും നിങ്ങളുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് അഞ്ജിതൻ സുരേന്ദ്രനാണ്. അതുപോലെ തന്നെ ഇവിടെ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ച ജാക്സൺ ജേക്കബ്, അനുശോചന പ്രമേയം അവതരിപ്പിച്ച ഉദയകുമാർ,
സ്വാഗതം പറഞ്ഞ സംഘടനയുടെ മറ്റൊരു ഭാരവാഹിയായിട്ടുള്ള സർ ശ്രീകുമാർ, വന്നുപോയ റെജി സെക്രട്ടറി, അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന CITU കോട്ടയം ജില്ലാ സെക്രട്ടറി സഖാവ് K. അനിൽകുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി രാജേഷ് PR, വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗാനകുമാർ, സർ ജയരാജൻ, അതുപോലെ സർ സുരേഷ്, കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സുരേഷ് നേരത്തെ പോലെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. സംഘടനാ സമിതിയിലെ ചെയർമാനാണ്, അല്ല ഇവിടെ അല്ലാതെ തന്നെ ഉണ്ട്. സർ സുരേഷ് അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഖാക്കളെ, സർ അനിൽകുമാറിന് സ്വാഗതം. അനിൽകുമാറിനെ പിന്നെ നിങ്ങള് ടെലിവിഷനിൽ കാണുന്നുണ്ട്, ദിവസവും കാണുന്ന ആളാണ് അല്ലേ? അനിലിനെ കാണുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ അനിലിന്റെ? അതുകൊണ്ട് അനിലിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സർ അനിൽകുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഖാക്കളെ, 108 ആംബുലൻസ് ഒരു EMRI സ്കീം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ 2005 ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു സ്വകാര്യ സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നീട് 108 ആംബുലൻസ് എന്നുള്ള നിലയിൽ അത് പല സ്റ്റേറ്റുകളിലും ഏതാണ്ട് സമാന രീതിയിൽ, എന്നാൽ എമർജൻസി റെസ്പോൺസ് സെന്റർ ERI സെന്റർ രൂപീകരിച്ച് ഉപഭോക്താക്കൾക്ക് അവർക്കൊരു എമർജൻസി സേവനം ആവശ്യമാണെന്ന് കണക്കാക്കിയാൽ ഡോക്ടറെ എത്തിക്കാൻ, രോഗിയെ പിക്കപ്പ് ചെയ്യാൻ, കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് EMRI എന്ന് പറയുന്ന എമർജൻസി മാനേജ്മെന്റ് റെസ്പോൺസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ ഒരു ആന്ധ്രാക്കാരനായിട്ടുള്ള ഇതാണ് ഒരു സത്യം ബാബു കണ്ടുല എന്ന് പറയുന്ന ഒരു ആന്ധ്രാക്കാരനാണ് ഇത് സ്വകാര്യ സംരംഭം എന്ന നിലയിൽ ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷമാണ് പിന്നെ അത് യൂണിയൻ ഗവൺമെന്റ് ആലോചിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത് ഒരു എമർജൻസി ആംബുലൻസ് സർവീസ് ആയിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇന്നലെ ഞാൻ എറണാകുളം കോൺചട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള VV റാമ എന്ന് പറയുന്ന പുതിയ വികസിത് ഭാരത് എന്ന് പറയുന്ന തൊഴിലുറപ്പ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി മഹാത്മാഗാന്ധിയുടെ 2ാം വധത്തിലേക്ക് നീങ്ങിയ MNREG എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചതിനെതിരായി LDF ഒരു സമരം നടത്തുമ്പോൾ ഞാൻ ആ സമര സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് 108 ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. പിന്നെയാണ് അനൗൺസ്മെന്റ് ജില്ലാ സെക്രട്ടറി പറയുന്നത്, അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഒരു ഹൃദയം വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. ആ ഹൃദയം ആദ്യമായി ഇന്ത്യക്കകത്ത് എറണാകുളം ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജല്ല, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുക. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ലിസി ഹോസ്പിറ്റലൊക്കെ അതിന് പ്രസിദ്ധമാണ്, രാജഗിരി ലിസിയൊക്കെ അവിടെയൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ പേരൊക്കെ നമുക്ക് അറിയാമല്ലോ. അതെ, ജോസഫ് മാത്രമല്ല വേറെ ഉണ്ട്, പ്രധാനപ്പെട്ട ഡോക്ടർമാരുണ്ട്. ഇത് പുതിയ 2 ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാർ, രാജീവ് സഖാവ് അവരെ പോയി വിസിറ്റ് ചെയ്യുന്നത് അഭിനന്ദനമൊക്കെ പറഞ്ഞു പോരുന്ന വാർത്തകളുണ്ട്. അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടി മാത്രമല്ല, 108 ആംബുലൻസ് ആണ് സർവീസ് നടത്തിയത്. അതിന് എമർജൻസി ആണ് നടക്കുന്നത്. വിളിച്ച വെളിപ്പാട് അകലെ എന്നുള്ള നിലയിൽ വിരുദ്ധൂടത്ത് വരുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കോവിഡ് ആയിട്ട് വളരെ സീരിയസ് ആയി. ആദ്യഘട്ടത്തിൽ കോവിഡ് വരാതെ 2020 സന്ദർഭത്തിൽ അവസാന ഘട്ടത്തിൽ വന്ന് പെട്ടുപോയാണ് ഞാൻ. സർക്കാർ ആശുപത്രിയുടെ IC സൗകര്യത്തെ കുറിച്ച് ഞാൻ പിന്നീട് വാചാലനായി ചാനൽ ചർച്ചയിൽ. ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്ന പോലെ ചാനൽ ചർച്ചയ്ക്ക് വന്നു.
സർക്കാർ ആശുപത്രികളെ തള്ളി പറയുന്നത് ഞാൻ എന്റെ അനുഭവം പറയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോവിഡ് കാലത്ത് തന്നെ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് കടന്നത്. കൊച്ചിയിലെ കളമശ്ശേരിയിലുള്ള മെഡിക്കൽ കോളേജിന്റെ ICU, പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിനേക്കാൾ ഗംഭീരമാണ്. കോട്ടയത്തെ പഴയതാണ്. അപ്പൊ അതുകൊണ്ട് ആ ICU യൂണിറ്റ് കൊച്ചി റിഫൈനറിയുടെ സ്പോൺസർ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ചതും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഗംഭീരമായ ഫെസിലിറ്റിയാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നന്നായി. എല്ലാം തുടങ്ങുമ്പോൾ അങ്ങനെയായിരിക്കും, പിന്നീടാണ് കട്ടലാവുന്നത്. ഏതായാലും നല്ല വിധത്തിലേക്ക് അത് കൊണ്ടുവന്നതുകൊണ്ട് അവിടുത്തെ സർവീസ് കണ്ടതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് നാട്ടുകാരറിയണം. സർക്കാർ ആശുപത്രിയുടെ മികവ് എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നമുക്ക് ആർക്കും സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ താല്പര്യമില്ല, അക്കാര്യമില്ല. അപ്പൊ ഞാൻ ആദ്യം പോയി തൃക്കാക്കര സഹകരണ ആശുപത്രിയിലാണ് കിടന്നത്. സഹകരണ ആശുപത്രി മോശമായി ഇന്നിപ്പോ പറയേണ്ടി വരുന്ന സ്ഥിതിയാണ്, മോശമായി കിടന്നതാണ്. ഒരാഴ്ച ഞാൻ അവിടെ കിടന്നു. എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് മരിച്ചു. ആലുവ MLA യൂസഫ് അവിടെ കിടക്കുന്ന ആളെ നേരെ നമ്മുടെ റെനൈ മെഡി സെന്ററിലേക്ക് മാറ്റി. എനിക്ക് വൈകുന്നേരമായി കഴിഞ്ഞപ്പോ എനിക്ക് ശ്വാസം മുട്ടായി, പ്രശ്നമായി, ന്യൂമോണിയ ആയി. അപ്പൊ എന്റെ കേസിൽ ഇങ്ങനെ പോവാണ്, കഥ തീരാൻ പോവാണെന്ന് നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടറോട് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല, ശ്വാസം കിട്ടുന്നില്ല, പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ കോവിഡായിട്ട് ചെന്ന് പോയതാണ്. അപ്പൊ ഉടനെ ഒരു നേഴ്സ് വന്നു. സഖാവി, ഞാൻ ചിറ്റയത്തുകര താമസിക്കുന്ന ഒരു നേഴ്സാണ്, ഇന്ന സഖാവിന്റെ മകളാണ്. എന്താ വിഷയം? സഖാവിന് വളരെ സീരിയസ് ആണ് അസുഖം. സഖാവൻ ന്യൂമോണിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ആശുപത്രിയിൽ നിന്ന് പോയില്ലെങ്കിൽ സഖാവിന്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് അവരെന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടവർക്ക് പിടിക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ ആകെ വല്ലാതെ ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, എല്ലാ മെഡിസിനും കയറ്റുന്നുണ്ട്, വേറെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഒരാൾ മരിച്ചു, അപ്പുറത്തും വേണ്ടി കിടക്കുന്ന ആള്, അടുത്ത ആള് വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പൊ ഞാൻ മാത്രം ഈ ഐസൊലേഷൻ വാർഡിലുള്ളൂ. എന്നെ ഇനി ഇവിടെ ഇരുന്നിട്ട് ആംബുലൻസിനകത്ത് വേറെ കൊണ്ടുപോണ്ടി വരും എന്നുള്ളതിലേയും ചോദിച്ചു. നിങ്ങൾക്ക് അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നുള്ളതിൽ നിങ്ങളുടെ ഫാമിലി എഴുതി തരണം. ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫ് പിന്നെ നഗരസഭാ ചെയർമാൻ ആയിരുന്നുകൊണ്ട് ഗുണം കിട്ടി. അവരപ്പൊ തന്നെ DMO വിളിച്ചു. എറണാകുളം DMO വിളിച്ചിട്ട് DMO ഒരു മെഡിക്കൽ ടീം അങ്ങനെ തന്നെ ആംബുലൻസുമായിട്ട് നേരെ സഹകരണ ആശുപത്രിയിൽ രാത്രി 11 മണിക്ക് വന്ന് കയറി. എപ്പോഴും ലേറ്റ് ആയിട്ട് വരും. 11 മണിക്ക് ഇറങ്ങി. എന്നോട് അപ്പൊ തന്നെ നേരെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 108 ആംബുലൻസിലാണ് പോയി. ആ മെഡിക്കൽ കോളേജിൽ രാത്രിയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ എന്റെ നാട്ടിലാണെങ്കിൽ പോലും ഒരു വലിയ വനത്തിൽ കൂടി ആ ആശുപത്രിയിലേക്ക് പോകണം പോലെ ഞങ്ങൾക്ക് വേണ്ടിച്ച് കിട്ടിയാണ്. 108 ആംബുലൻസിന്റെ ഒരു ശക്തി ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴും. അപ്പോ അങ്ങനെ ഒരു മഹത്തരമായിട്ടുള്ള കർമ്മം നന്നായി നിർവഹിക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ നന്ദിയോ അതിന്റെ ഒരു നന്ദിയില്ലെങ്കിൽ പോലും അതിനാവശ്യമായി ഒരു ജീവിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റിസ്ക് അനുഭവിക്കുന്ന ജീവനക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണനയോ യഥാർത്ഥത്തിൽ EVK മാനേജ്മെന്റോ സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന 108 ആംബുലൻസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത് അതുപോലെ നന്നായി ചർച്ച ചെയ്യേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും, പ്രയാസമായിട്ട് വരും. ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്കടക്കമല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. ഞാനത് നിങ്ങളോട് പറയുമ്പോ നിങ്ങളുടെ ആരുടെയും മുഖത്തൊരു ഭാവപ്രകടനവും കാണുന്നില്ല. കണ്ണു തുറച്ച് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് മാത്രമേ. സീരിയസ് ആയി ഡ്രൈവർമാര് വണ്ടി പ്രസ്ഥാനമായിട്ട് നടക്കുന്ന ആളുകൾ സീരിയസ് ആണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടതുണ്ട്. വർഷടന്മാരാണ്, മറ്റൊരാണ് മറിച്ചാണെന്നൊക്കെ. അതാണോ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ കണ്ണു തുറച്ചിരിക്കാൻ? ചായ കുടിച്ചില്ലേ? രാവിലെ ചായ ഉണ്ടായല്ലോ. ഈ ഉടലിന്റെ മുകളില് ഈ തലയുടെ ഇടയിൽ കഴുത്തെന്ന് പറഞ്ഞൊരു ഭാഗം തന്നിരിക്കുന്നതിന് എന്തിനാത്? അത് ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ ഒന്ന് തലയാട്ടെങ്കിലും ചെയ്യാം, പാലക്കാട്ടുകാരുടെ പോലെ. നീ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും പറയുന്നതേ ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുന്നേ. ഇത്രയും മുകളിലായി പോയി എന്നുള്ളൊരു കുഴപ്പമുണ്ട്, അകലം കൂടുതലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ശരി.
അപ്പൊ ഇത് എന്തോ വേറൊരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങളായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ നിങ്ങള് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. മസിലൊന്നും പിടിക്കാതെ ഇരിക്കും. എല്ലാ ദിവസവും അങ്ങനെയല്ലേ പിടിക്കണേ. പിന്നെ ഇന്നത്തെ ദിവസം റിലാക്സ്ഡ് ആവും. അതുകൊണ്ടാണ് AC ഹോളൊക്കെ തന്നിട്ടുണ്ട് ഭാരവാഹിക്കൊക്കെ അല്ലേ. വേറൊന്നും തരാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാവും. അപ്പോ വളരെ എസെൻഷ്യൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് വിചാരിക്കാവുന്ന, അങ്ങനെ വിവക്ഷിക്കുന്ന ഒരു മേഖലയിലാണ് നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നത്. അതില് മെയിൽ നേഴ്സ് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും, ഫീമെയിൽ നേഴ്സ് ഉണ്ടാവാം, അല്ലാതെ സ്റ്റാഫ് ഉണ്ടാവാം. ഇവരെല്ലാം നമ്മുടെ യൂണിയനകത്ത് അംഗങ്ങളായി വരാൻ നല്ല വിധത്തിലേക്ക് പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായി നമ്മൾ മാത്രമാണ് ഈ രംഗത്ത് 108 ആംബുലൻസ് തൊഴിൽ മേഖലയിൽ CIT മാത്രമാണ് എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടുതൽ ശക്തമാവണം. ഒരു തൊഴിലാളി സംഘടനയിൽ അംഗമായിട്ടുള്ളവർ സാമ്പത്തികമായി കേവലം നമ്മുടെ ഒരു താൽക്കാലികമായിട്ടൊരു ആവശ്യം നേടാനുള്ള ഒരു വാതിൽപ്പടി എന്നുള്ള നിലയിൽ മാത്രമല്ല ട്രേഡ് യൂണിയനെ കാണുന്നത്. ട്രേഡ് യൂണിയനെ കാണുന്നത്, പ്രത്യേകിച്ച് CIT-നെ കാണുന്നത്, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലിൽ വന്നു, ആ തൊഴിലിൽപ്പെട്ട് കൂട്ടായി വിലപേശാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണെങ്കിലും അതിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശമ്പളം മുടങ്ങാൻ പാടില്ല, കൃത്യമായി കിട്ടണം. ഇതിനെല്ലാം ഇടപെടുന്നതിന് ട്രേഡ് യൂണിയൻ സംഘടനയാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മളാരും കുളത്തിലെ തവളകളല്ല. ചുറ്റുപാട് നമ്മളെ പോലെ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റാളുകളുണ്ട്. വർഗം എന്ന നിലയിൽ തൊഴിലാളി വർഗം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും ശേഷിയുള്ളവരായി മുഴുവൻ അംഗങ്ങളെയും മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ കാര്യത്തിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ എമർജൻസി സർവീസിൽ പെട്ടവരായതുകൊണ്ട് സാധാരണ തൊഴിലാളിയെ പോലെ ലീവ് എടുത്ത് ആംബുലൻസ് വഴിയിലിട്ട് രോഗി അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു പ്രകടനത്തിൽ പങ്കെടുക്കാം, ഒരു പണിമുടക്കിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രയാസമാണ്. ഇവിടെ തന്നെ പണിമുടക്കിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്നത് പണിമുടക്കുണ്ടാന്നാ പറയാറ്. പണിമുടക്കങ്ങൾ പ്രഖ്യാപിച്ച ഒരു ഭീഷണിയൊക്കെ മതി. അതിനപ്പുറം യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചർച്ച നടത്താം, പ്രശ്നം പരിഹരിക്കാം, ഒന്നുകൂടി നോക്കാം, ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് അതിലേക്ക് പ്രേരിപ്പിക്കാതിരിക്കുന്നവരാ ഞങ്ങൾ. ആ പരിമിതി നിങ്ങൾക്കുണ്ടെങ്കിലും നമ്മൾ തൊഴിലാളി എന്നുള്ള നിലയിൽ ഇപ്പോ 2 ടേമായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5-6 വർഷമായി അല്ലെ. 5-6 വർഷമായി ഈ സംഘടന CIT ആയിട്ട്. CIT വൽക്കരണം എന്നുള്ള ഞാൻ അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുകയാണ്. എന്താണ് CIT വൽക്കരണം എന്ന് പറയുന്നത്? CIT വൽക്കരണം എന്ന് പറഞ്ഞാൽ CIT-ന്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യമുണ്ട്. എന്താ CIT-ന്റെ ഭരണഘടന പറയുന്നത്? CIT സോഷ്യലിസത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അപ്പൊ എന്താ സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കുന്നവരുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലേക്ക് സാമൂഹിക വ്യവസ്ഥയെ മാറ്റുക. സമ്പത്തുണ്ടാക്കുന്നവരാരാ? തൊഴിലാളിയാണ്. തൊഴിലാളികൾക്കുള്ള സവിശേഷത മറ്റാർക്കും ഇല്ലാത്ത വിധത്തിൽ അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ്. അധ്വാനിക്കാനുള്ള ശേഷിയുള്ളവരെയാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നത്. വേറൊരു വിഭാഗത്തിനും അങ്ങനെ മനുഷ്യായുസിൽ അങ്ങനെ ഒരു പ്രത്യേകമായ സവിശേഷകരമായിട്ടുള്ള ഒരു ആയുധം ഉണ്ടാവില്ല. നമ്മുടെ ആയുധം അധ്വാനമാണ്, നമ്മുടെ ശേഷിയാണ്. മാനസിക അധ്വാനമുണ്ട്, ശാരീരിക അധ്വാനമുണ്ട്. രണ്ടും ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ക്ലറിക്കൽ ജോലി ചെയ്യുന്നവർ ഒരു അധ്വാനം ചെയ്യാത്തവരാണെന്ന് പറയാൻ കഴിയും. സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരു അധ്വാനം ചെയ്യാൻ പറ്റുന്നവരല്ല എന്ന് പറയാൻ പറ്റില്ല. കായികാധ്വാനം നടത്തുന്നവരുണ്ട്. അതാണ് ശാരീരിക അധ്വാനം ഞാൻ പറഞ്ഞത്. കായികാധ്വാനം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ കുറെ അധികം ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഏത് വിഭാഗമാണെങ്കിലും തൊഴിലാളിയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ വിഭാഗത്തിലുള്ളവരുടെ ഒരു ജീവിതം ഭദ്രമാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സാമൂഹ്യ വ്യവസ്ഥയുടെ മാറ്റം അനിവാര്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് സോഷ്യലിസം വഴി നിർവഹിക്കുന്നത്. അതിന് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല ഉദ്ഘാടന പ്രസംഗം, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പോകാൻ കൂടി ഉള്ളതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ
സാമൂഹ്യ മാറ്റം ആ നിലയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നിറവേറ്റേണ്ടി വരും. അത് ഒന്നും നാളെയും വളരെ എളുപ്പമല്ല, നോക്കിയിരിക്കുമ്പോൾ നടക്കുന്നതല്ല. ഇപ്പൊ വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചാൽ വെള്ളം തിളയ്ക്കുമോ? നോക്കിയിരുന്ന തീ കൊടുക്കണ്ടേ? AC ആയതുകൊണ്ടാണ്. എല്ലാവരും ബ്രോയിലർ ചിക്കൻ വല്ലതും രാവിലെ കഴിച്ചോ? ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങിപ്പോകും. നാടൻ കോഴിയാണ് കഴിച്ചെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പറിക്കും. രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ മറ്റേതിന്റെ സ്വഭാവം കാണിക്കുന്നത് കഴിച്ചാൽ, നാടൻ കോഴിയുടെ സ്വഭാവം കാണിക്കുന്നത്. ഒതുങ്ങിയിരിക്കണം. കൊതുക് വന്നിരുന്ന കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുക് ചോര പിടിച്ചുകൊണ്ട് പോകും, അടിച്ചു കൊല്ലണം, വേണ്ടേ? അതല്ലേ കൊതുക് ഇല്ലാതെ ആക്കാൻ പറ്റുള്ളൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് വെച്ചാൽ പോലും അവൻ വേറെ സ്ഥലത്ത് പോയി കൊടുത്തു. അപ്പൊ അതിന് വേറെ ആരെയും കൊത്താതിരിക്കാൻ, നമ്മളെ കൊത്താതിരിക്കാൻ അടിച്ചു കൊല്ലേണ്ടി വരും. അതെല്ലാം അതൊരു ഹിംസയാണെന്നൊന്നും ആരും പറയില്ല, അല്ലേ? അങ്ങനെ ഗാന്ധിയൊന്നും ആവാൻ പറ്റില്ല. അപ്പൊ പ്രതികരിക്കേണ്ടി വരും നമ്മള്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ലളിതമായി പറയാൻ ശ്രമിക്കുകയാണെന്ന് മാത്രമേ. തൊഴിലാളി എന്ന് പറയുന്നവരുടെ ജീവിതം ഭദ്രമാക്കാൻ അധ്വാനം എന്നുള്ള ആയുധ കൈമുതലായിട്ടുള്ള വർഗമാണ് നമ്മൾ. ആ വർഗത്തിനാണ് തൊഴിലാളിയുടെ ജീവിതം ഭദ്രമാക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ആ സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ ആ അവസ്ഥയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലിസം ഉണ്ടാക്കുക, സോഷ്യലിസം നിർമ്മിക്കുക, അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് അതിലേക്ക് മാറ്റാനുള്ള ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നത്. കാരണം തൊഴിലാളി വർഗത്തിന്റെ കയ്യില് ആയുധമുണ്ട്. എന്തായുധം? പിച്ചാത്തിയല്ല, അധ്വാനം എന്ന് പറയുന്ന ആയുധം. അത് ഉപയോഗിച്ചാൽ അത് കഴിയും. അത് ഉപയോഗിച്ചാൽ സമ്പത്തുണ്ടാക്കുന്നു. സമ്പത്തുണ്ടാക്കാൻ ഈ ഒരു ആയുധം മാത്രം മതിയോ? മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടി വേണം. ഒന്ന്, മൂലധനം വേണം. ജോർജ് കുട്ടി, അതില്ലാതെ ഒരു പരിപാടി നടക്കില്ല, വേണ്ടേ? എന്റെ പൊന്നോ, വേണം. ഇനി മൂന്നാമത്തത്, ഒടുവിലെത്തത്, 3 ഘടകങ്ങളാണ് പ്രധാനം. ഒന്ന് ജോർജ് കുട്ടി, ഒന്ന് അധ്വാനം. ഇനി മൂന്നാമത്തത് പഠിച്ചതൊക്കെ മറന്നുപോയോ? നമ്മൾ പഠിച്ചതെല്ലാം പ്രയോഗിക്കാനാണ്, വെറുതെ പഠിക്കാനല്ലല്ലോ, മോശം കിട്ടാൻ വേണ്ടിയല്ലല്ലോ പഠിച്ചത്. സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ചത് മോശം കിട്ടാനല്ല, അത് പ്രയോഗിക്കാനാണ്. മൂന്നാമത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ. ആംബുലൻസ് ഇല്ലാതെ നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ അതിനെ ജോലി ചെയ്യുന്നു, വേണ്ടേ? അതിന്റെ എഞ്ചിൻ, അതിന്റെ പാർട്ട്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെഡ്, ലിഫ്റ്റ്, അങ്ങനെ എല്ലാം വേണം, ഓക്സിജൻ എല്ലാം വേണം. അതാണ് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ, മൂലധനം, അധ്വാനം, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് സമ്പത്തുൽപാദനത്തിന്റെ അവശ്യ ഉപാധികൾ. ഇത് മൂന്നാണ്. ഈ ആവശ്യ ഉപാധികളിൽ മേലുള്ള നിയന്ത്രണം ആർക്കാണെന്നുള്ളതാണ് പ്രശ്നം. സമൂഹം ആ ചോദ്യമാണ് ചോദിക്കുന്നത്. തൊഴിലാളിക്കാണോ? അടിമ ഉടമ കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അടിമകളൊന്നും അങ്ങനെ ഇല്ല. ആ അടിമ ഉടമ കാലഘട്ടത്തിൽ ആർക്കാണ് ഈ സാമൂഹ്യ അനിവാര്യമായ ഈ 3 ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണ്? അടിമയുടെ കയ്യില? അല്ല, അടിമയുടെ കയ്യിലാണെങ്കിൽ പിന്നെ അടിമ എന്ന് പറയൂലല്ലോ, ഉടമയുടെ കയ്യിലാണ്. അതിനെ നിഷേധിച്ചാണ്. അതങ്ങനെ നിൽക്കില്ല. സ്ഥായിയായി വൈരുദ്ധ്യം ഉണ്ടാവും. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാവും. ആ ഏറ്റുമുട്ടലിലൂടെ പുതുതായി ഒന്നും ജനിക്കും, പുതുതായി ഒന്നും ഉണ്ടാവും. അത് പഴയത് അതേപോലെ തന്നെ തനിയാവർത്തനമായിരിക്കില്ല. എന്നാൽ പഴയത് പൂർണ്ണമായി വിട്ടുപോയിട്ടുണ്ടാവില്ല. അതാണ് ചരിത്രത്തിന്റെ തുടർച്ചയാണെന്ന് പറയുന്നത്. ഇത് സയൻസാണ്. മനസ്സിലായില്ലേ? അത് പ്രകൃതി നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിന്നെ പോലെ തന്നെ
ആ കൊച്ചിരിക്കണല്ലോ, നീയാണ് നിന്റെ അച്ഛനെ അതേപോലെ തന്നെ വാർത്തെടുത്ത പോലെ മൂക്ക്, വാർത്തെടുത്ത പോലെ ചെവി, കണ്ണ്, അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ സ്വഭാവമൊന്നുമില്ല. അപ്പോ എല്ലാ നേരം ഇരിക്കില്ല, ചെറിയ മാറ്റം ഉണ്ടാവും, എന്നാൽ പഴയതിന്റെ തുടർച്ചയാണ്. അല്ലാതെ ചരിത്രമായിട്ട് നമുക്ക് വെട്ടിമാറ്റാൻ കഴിയില്ല. പറ്റോ? പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളവർ പഴയ ആളുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ചിലപ്പോൾ കാണാം. പഴയ ആളുകൾ തുടങ്ങുമ്പോൾ തന്നെ 1947 എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. ഓ എന്റെ പൊന്നാചാരെ, 1947 ഒക്കെ കഴിഞ്ഞിട്ട് കാലം ഒരുപാടായി പറയും അല്ലേ? എന്ത് വിചാരിച്ചിട്ട് അവരെ കെയർ ചെയ്യണ്ടേ? അവര് നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു വഴി നടക്കാൻ അവസരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചരിത്രത്തെ നിഷേധിക്കാൻ പാടില്ല. ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ചരിത്രപരമായ ഭൗതികവാദം എന്നാണ് അതിനെ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ ചുരുക്കമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ഉടമ ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാവും. അടിമ ഉടമ, നാടുവാഴി, ജന്മി നാടുവാഴി, ആ തർക്കം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ മാറിയതാണ് മുതലാളിത്തം. മുതലാളിത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുതലാളിത്തം ഒരു വശത്ത് ശക്തിപ്പെടുന്നുണ്ട്, മുതലാളിത്തം ഒരു വശത്ത് ദുർബലമാകുന്നു. ദുർബലമാകുന്നിടത്ത് കടന്നു വരുന്നത് സോഷ്യലിസം ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ മൂന്നിന്റെയും ഉടമസ്ഥാവകാശം നിലവിലുള്ള മുതലാളിയുടെ കയ്യിൽ നിന്ന്, തൊഴിലുടമയുടെ കയ്യിൽ നിന്ന് സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന തൊഴിലാളി വർഗത്തിന് തന്നെ ഇതിന്റെ മൂന്നിന്റെയും ഉടമസ്ഥാവകാശം കൈവരണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ 108 ആംബുലൻസിന് ജോലിയുള്ളിടത്തോളം ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ചുരുങ്ങി പോകാനല്ല. ആദ്യം അങ്ങനെയൊക്കെ ആയിരിക്കും, വരുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ മുഴുവനും വർഗരാഷ്ട്രീയം എന്ന ഉള്ളടക്കത്തിലേക്ക്, അതാണ് വർഗരാഷ്ട്രീയ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിലേക്ക് എങ്ങനെയാണ് സമൂഹത്തെ പരിവർത്തനം ചെയ്യേണ്ടത് എന്നുള്ള ആലോചനകളിൽ തീക്ഷ്ണമായി ഇടപെടേണ്ടവരാണ് തൊഴിലാളി വർഗം. തൊഴിലാളി വർഗത്തിന് കൊമ്പും മീശയുള്ളതുകൊണ്ടല്ല. വനിതകളാണെങ്കിലും അവർക്ക് മീശയില്ലെങ്കിലും അവർ തൊഴിലാളി വർഗമാണ്. അവര് തൊഴിലാളി വർഗമാണ്. അതുകൊണ്ട് ആ വർഗം എന്നുള്ള നിലയിൽ അവരുടെ മീശ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല തൊഴിലാളി വർഗമാവുന്നത്. ഇതിന്റെ മുന്നണി, ഇതിന്റെ വാൻഗാർഡുകൾ, ഇതിന്റെ കാവലാളുകൾ തൊഴിലാളി വർഗത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ വാൻഗാർഡ് അവരാണെന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. കാരണം അവരുടെ കയ്യിലാണ് അധ്വാനം എന്നുള്ള ശേഷിയുള്ളത്. അത് ഉൽപാദനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. പ്രധാനപ്പെട്ട 3 ഘടകങ്ങളിൽ ഒന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ മാത്രമല്ല, ആ സമ്പത്ത് വിതരണം ചെയ്യാനുള്ള അവകാശവും ഉണ്ടാവുന്നു. നമ്മൾ 10,000 രൂപ ഡിമാൻഡ് ചെയ്താൽ 1000 രൂപ തന്നാൽ പോലെ ചോദിക്കും നിലവിലുള്ള അവസ്ഥയിൽ. അതുപോലെ ഞങ്ങൾ തരുന്നതിൽ 5000 രൂപ തരാനുള്ള ശേഷി ഉണ്ടല്ലോ. ഞങ്ങൾ 10,000 ചോദിച്ചെങ്കിലും നിങ്ങൾ 5000 തന്നൂടെ? ചർച്ച നടത്തി അവസാനം 2000-ന് ഒത്തുതീർപ്പുണ്ടാകും. മനസ്സിലായില്ലേ? ഇതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതല്ല, ഞങ്ങൾ 10,000 ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ 5000 ചോദിക്കുന്നത്, ഞങ്ങൾക്ക് തരാൻ പാടില്ലേ? അങ്ങനെ തരുന്നത് സോഷ്യലിസത്തിനാണ്. അപ്പൊ സോഷ്യലിസത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ഈ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി പുതിയൊരു ദിശയിലേക്ക്, സോഷ്യലിസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ല പരിശ്രമത്തിലായിരിക്കണം തൊഴിലാളികൾ. തൊഴിലാളികളെ അങ്ങനെ പരിശീലിപ്പിച്ച് വാർത്തെടുക്കുന്ന ജോലിയാണ് സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന CIU പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളെയും നിലപാടെടുക്കാനും നീക്കാനും ചെയ്യുന്നത്. ഇതാണ് ഒരു ഭാഗം എന്നുള്ള നിലയിലേക്ക് സൂചിപ്പിക്കാനാണ്. എന്നാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എളുപ്പമാണ്, അല്ലെങ്കിൽ മറ്റന്നാളെ ഉണ്ടാവും. സഹായം അങ്ങനെ ഒരു ടൈം പറഞ്ഞു തരാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതെന്നുണ്ടാവും ഈ സോഷ്യലിസം. ലക്ഷണം കണ്ടിട്ട് ഈ അടുത്തൊന്നും ഉണ്ടാവണം മട്ടല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. ആണോ? എന്തായാലും ഉച്ച പ്രഭാത ഭക്ഷണത്തിന് എന്തെങ്കിലും കൊടുത്തോ? അത് അവര് കഴിച്ചിട്ട് വരികയാണ് ഇത്. ഇഡ്ഡലി കൊടുത്തോ? ഇവിടെ കൊടുത്തോ ഇഡ്ഡലി? ഒന്നും കൊടുത്തില്ല, ഒരു ചായ മാത്രം ഉണ്ട്. ഇഡ്ഡലി സാമ്പാർ ഉണ്ടായോ? ആ ഇഡ്ഡലി സാമ്പാറാവുമ്പോ വെജിറ്റേറിയനാ. എന്നാലും കുഴപ്പമില്ല, ഇഡ്ഡലി സാമ്പാർ നല്ലതല്ലേ? സാമ്പാറിന്റെ അത്ര ശക്തിയുള്ളൊരു നല്ല സാധനം. സാമ്പാർ നല്ലൊരു കോമ്പോസിഷനിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് രുചികരമായ ഭക്ഷണം വേറെ ഉണ്ടാവില്ല. സാമ്പാറും ഇഡ്ഡലി മോശമല്ല, രാജാക്കന്മാരാ പ്രഭാത ഭക്ഷണത്തിൽ. പിന്നെ അതിന്റെ ഒരു ജീവനൊന്നും നിങ്ങൾ കാണിക്കണില്ല.
നേരെ ഒന്നും കഴിക്കാതെ ഒന്ന് രജിസ്ട്രേഷനിൽ വന്നിരിക്കണ പോലെയാണ് ഇരിക്കുന്നത്. അതേ AC-യുടെ ഒരു കറങ്ങലപ്പിൽ ഈ മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ ഇലക്ഷൻ തോറ്റതിന്റെ വല്ലാതെ വിഷമത്തിൽ സങ്കടം കൊണ്ട് കരഞ്ഞ് സഹായത്തിൽ ഇനി എന്തിനാ ജീവിച്ചിട്ട് കാര്യമില്ല. അത് അടിസ്ഥാനത്തിലാണോ? അതേ സന്തോഷത്തിലാണ്. ഇത് രണ്ടും ഉണ്ടാവാം. ഇങ്ങനെ തന്നെ വേണം എന്ന് കണക്കാക്കുന്നവരുണ്ടാവും. തൊഴിലാളിയല്ലേ, ഉണ്ടാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ തൊഴിലാളികളെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ സംഘടിപ്പിക്കുന്നതല്ല. തൊഴിലാളിയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവര് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ 108 ആംബുലൻസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ 108 ആംബുലൻസ് യൂണിയനകത്ത് അംഗമാകാം. അവര് BJP ആണോ, കോൺഗ്രസ് ആണോ, പള്ളിയിൽ പോണവരാണോ, പ്രാർത്ഥന നടത്തുന്നവരാണോ, അമ്പലത്തിൽ പോണവരാണോ, മാറി നിൽക്കും. അതൊന്നും ഇല്ലാത്തവരാണ് അവര്, നിരീശ്വരവാദികളാണ്. അങ്ങനെയൊന്നുമില്ല. തൊഴിലാളിയായാൽ മതി. അതാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വർഗരാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടാണ് CITU പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അത് വെറും പറച്ചിൽ മാത്രമല്ല. വർഗരാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, കക്ഷി രാഷ്ട്രീയമല്ല. ഞാൻ CPM മെമ്പറാണ്, നിങ്ങൾ ചിലപ്പോൾ CPM മെമ്പർ ആവണമെന്നില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റും. എന്താ നമ്മൾ തൊഴിലാളിയായിട്ടുള്ള ട്രേഡ് യൂണിയൻ അങ്ങനെയാണ്. അതാണ് CITU ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക, തൊഴിലാളികളെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുക. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിൽ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് എന്തെല്ലാമാണെന്നുള്ളത് റിപ്പോർട്ടിലൂടെ രാജേഷ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഞാനത് ആവർത്തിക്കുന്നില്ല, ഞാനത് നോക്കിയിട്ടില്ല, നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. രാജേഷ് ജനറൽ സെക്രട്ടറിയാണ് കമ്മിറ്റിക്ക് വേണ്ടി അത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അതുമായി നല്ല വിധത്തിലേക്കുള്ള ചർച്ചകൾ നടത്തും. നമുക്ക് പോരായ്മകൾ ഒരുപാടുണ്ടാവാം. ഞാൻ തന്നെ നേരിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടുള്ളൂ. എനിക്ക് തന്നെ അതിന്റെ ഒരുപാട് പരിമിതികൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റായി നടന്നു എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. നമ്മൾ സാധ്യമായത് പരമാവധി നമ്മുടെ ശേഷിക്കത്ത് നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് പ്രതികാര നടപടികൾ വരാറുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മാനേജ്മെന്റ് എപ്പോഴും ജീവിക്കുകയായതുകൊണ്ട് ഇങ്ങനെ കൈമലത്ത്. ഞങ്ങളൊരു കോൺട്രാക്ടിങ് കമ്പനിയാണ്. കേരള മെഡിക്കൽ കോർപ്പറേഷനാണ് പൈസ തരേണ്ടത്, അവർ തന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ശമ്പളം 7-ാം തീയതി ഉണ്ടാവും, 10-ാം തീയതി ഉണ്ടാവും, 11-ാം തീയതി ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഉണ്ടാവാറില്ല. ഇങ്ങനെ നീണ്ടു സഹാവ് ഇടപെട്ടിട്ട് മറ്റുവാണി ഇളവരെ ഗരീബിനെ കൊണ്ട് പറഞ്ഞു, തൊഴിൽ മന്ത്രിയെ കൊണ്ട് പറഞ്ഞു, ആരോഗ്യമന്ത്രിയെ കൊണ്ട് പറഞ്ഞു. അവർക്ക് പറയാറുണ്ട്, അവിടെ എല്ലാം നിരന്തരമായി പോകുന്നതാണ്. പലപ്പോഴും അത് പരിഹരിക്കപ്പെടാതെ വരുമ്പോ അതിന്റെ പ്രയാസം മനസ്സിലാവാനായിട്ടല്ല. പക്ഷെ ഉള്ള കഞ്ഞിയിൽ പാറ്റയിടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷിനോട് പറയും, എന്ത് പരിപാടിയെ കാണിച്ചെങ്കിൽ എന്തിനേക്കോ മിന്നൽ പണിമുടക്കിലേക്ക് എത്തുമ്പോൾ ഇത് ആംബുലൻസ് സർവീസ് അല്ലേ, പ്രശ്നമാകില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അത് നിങ്ങളോടുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല, പ്രായോഗികമായ പരിമിതികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് അങ്ങനെ പോകണ്ട, നമുക്ക് ഇങ്ങനെ പോയാൽ പോലെ അതുകൂടി നമുക്ക് നോക്കാം, ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നുള്ളത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി പറയണതാണ്. അല്ലാതെ നിങ്ങളോട് ഒരു അന്തോബന്ധമില്ലാതെ എടുത്തി കാണിക്കോളാൻ പറഞ്ഞാൽ അതിന് പരിഹാരം അതുവഴി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പുണ്ടാകാതെ എങ്ങനെ നമ്മൾ പറയുക? അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഈ സിസ്റ്റങ്ങളെല്ലാം പലതും വർക്ക് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾക്കറിയാമല്ലോ, ആശാ വർക്കർമാരെ, അംഗൻവാടി, അതുപോലെ മിഡ് ഡേ മീൽ, പ്രധാനപ്പെട്ട സ്കീം വർക്കുകളാണ്. 60% കേന്ദ്രം ഫണ്ട് തരും, 40% സംസ്ഥാനം ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിന്റെ സാലറി അടക്കവും എക്സ്പെൻഡിച്ചറും എല്ലാം അങ്ങനെ പോകുന്നു. അത് ആദ്യം 60% കൃത്യമായി എല്ലാ വർഷവും തരുമായിരുന്നു. പക്ഷെ അവര് പിന്നെ അത് മാറ്റിയിട്ട് ഫ്ലെക്സിബിൾ ട്രാൻസ്ഫർ ഇല്ലാതെ ഇപ്പോ സിംഗിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി കൊടുത്തതിന് ശേഷം കേന്ദ്രം 60% തരുള്ളൂ. അത് ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടണം. അതുവരെ അംഗൻവാടി നിർത്തിയിടാൻ പറ്റും, ആശാപ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റും, സ്കൂളിലെ കുട്ടികൾക്ക് പാചക തൊഴിലാളികൾ പാചകം ചെയ്ത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. വല്ലാതെ ആപ്പില NHM ജീവനക്കാരിങ്ങനെയാണ്. NHM-നും 60% ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന്. അപ്പൊ തന്നുകൊണ്ടാതിരിക്കാൻ പരമാവധി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നമ്മൾ പരമാവധി ഫണ്ട് മറ്റു പൂളുകളിൽ നിന്ന് പൂൾ ചെയ്ത് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന നിലയാണ് ഉണ്ടാവാറ്. അത് തന്നെ പലപ്പോഴും കൃത്യമായി വരാറില്ല, ഡിലേ വരാറുണ്ട്. അതാണ് ഈ മെഡിക്കൽ കോർപ്പറേഷൻ പറഞ്ഞ ഞങ്ങൾക്കില്ല, നമ്മുടെ കയ്യിലില്ല, അത് NHM-ന്ന് വരണം, 60% വന്നിട്ടില്ല.
അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 60% സംബന്ധിച്ച് തന്നെ BJP നേതാക്കന്മാരും BJP മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഞാനത് നിങ്ങളോടൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോ അംഗൻവാടിക്ക് കേരളത്തിൽ ഈ 1000 രൂപ അടക്കം വർദ്ധിപ്പിച്ചു പോലെ ആശയ്ക്കും വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചോ? വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച അനുസരിച്ച് കേരളത്തിൽ കിട്ടുന്നത് 13,000. ഈ 13,000-ന്റെ 60% അല്ല കേന്ദ്രം തരുന്നത്. പറയണ കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നമുക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. 13,000-ന്റെ 60% കേന്ദ്രം തരിക അല്ല, കേന്ദ്രം നിശ്ചയിച്ച തുകയുണ്ട്. അത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ആ കേന്ദ്ര ഗവൺമെന്റ് ഒരേപോലെ തന്നെ തരുള്ളൂ. കേരളത്തിന് 13,000 ഓണറിയം തീരുമാനിച്ചുകൊണ്ട് 13,000-ന്റെ 60% അത് കേരളത്തിന് അവര് തരില്ല. അതിന് വരെ കേന്ദ്രം തീരുമാനിച്ചത് ഈ 13,000-നകത്ത് 3,000 രൂപ ഇൻസെന്റീവാണ്. ആ 3,000-ന്റെ 60% അവർ തരും. ബാക്കി പൈസ കേരള ഗവൺമെന്റ് കൊടുക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിഡ് ഡേ മീൽ ഉച്ച പാചക തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത് കേരളത്തിലാണ്. പല സ്റ്റേറ്റുകളിലും ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും കേന്ദ്രത്തിന്റെ കൂലി മാത്രമേ കൊടുക്കുന്നുള്ളൂ. BJP ഗവൺമെന്റുകൾ അല്പം ഭേദം ഹരിയാനയുണ്ട്, ആന്ധ്ര കുറച്ച് ഭേദമുണ്ട്, കർണാടക കുറച്ച് ഭേദമുണ്ട്, തമിഴ്നാട് ചെറിയ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ കേരളം. ഇപ്പൊ കേരളം കൊടുക്കുന്നതിന്റെ 60% അല്ലാതെ തന്നെ കേന്ദ്രം നിശ്ചയിച്ചതിന്റെ 60% തരുന്നു. അത് വളരെ കുറവാണ്. ഇതിന്റെ 4/1 പോലും ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം അത് അത്രയും കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആകെ 13,000-ന്റെ ഏതാണ്ട് 80% കേരളം കൊടുക്കണമെന്നാണ്. ബാക്കി അവിടുത്തെ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് മറ്റെല്ലാം പറഞ്ഞ 60% കേന്ദ്രം തരുന്നതല്ലേ എന്നാണ്. ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതി വളരെ സീരിയസ് ആയി വരികയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് തന്നെ പേര് വെട്ടി. മഹാത്മാഗാന്ധിയുടെ പേരില്ല. ഇനി രാമന്റെ പേരാണ്. വികസിത് ഭാരത് റാം ഈ പദ്ധതി എന്നാണ്. BB റാം MG പദ്ധതി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പദ്ധതി BG പദ്ധതി. എന്നിട്ടോ 100% അത് സെൻട്രൽ ഗവൺമെന്റ് തരേണ്ടത്. ഇനി മുതൽ അത് 60% തരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 125 ദിവസം പണി ഉണ്ടാവുമല്ലോ. 100 എന്നുള്ളത് 25 ദിവസം കൂട്ടിയില്ലേതാണ്. കാശില്ലെങ്കിൽ എങ്ങനെ 125 ദിവസം ജോലി കൊടുക്കാൻ പറ്റുന്നത്? ഇന്ന് 100 ദിവസം കേരളത്തിൽ കൊടുക്കണമെങ്കിൽ നാളെ 60 ദിവസം 57 ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ. അഥവാ 100 ദിവസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1,600 കോടി രൂപ ഒരു വർഷം കേരള ഗവൺമെന്റ് ഉണ്ടാക്കണം. മനസ്സിലായോ? 1,600 കോടി രൂപ കേരള ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കും. നോട്ടടിക്കാനുള്ള കമ്മട്ടം നമ്മുടെ കയ്യിലുണ്ടോ? കമ്മട്ടം ഇല്ല. അത് സെൻട്രൽ ഗവൺമെന്റ് കയ്യിലുള്ളൂ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കയ്യിലും ഇല്ല. ചരക്ക് സേവന നികുതി. നിങ്ങൾ ഇഡലി കഴിച്ചു എന്ന് പറഞ്ഞു. ഇഡലി കടയിൽ പോയാൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 GST വരും. സെൻട്രൽ GST ഉണ്ട്, CGST, SGST ഉണ്ട്, സ്റ്റേറ്റ് GST. സ്റ്റേറ്റ് GST കേരള ഖജനാവിലേക്ക് പോകും. സെൻട്രൽ GSTയോ കേന്ദ്രത്തിലേക്ക് പോകും. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വിഹിതം നമുക്ക് തരും. എത്രയാ? നമുക്ക് കോടിന് മുമ്പ് വരെ 4% ഉണ്ടായിരുന്നു. ഇപ്പൊ 1.9 ആണ്. 12,000 കോടി രൂപ കുറയും. കേരളത്തിന്റെ GST വരുമാനം എടുത്ത് നോക്കിയാൽ 12,000 കോടി രൂപ ഒരു വർഷം കുറയും. എങ്ങനെയാ കേരളം മുന്നോട്ട് പോവുക? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രശ്നം മാത്രമല്ല, ചെറിയ അപ്പുറത്തെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ ഇതിന്റെ ഗൗരവം നമുക്ക് എന്നത് പിടികിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഞാൻ വേറെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ബീഹാർ ഇലക്ഷന് ശേഷം അവർക്ക് വർദ്ധിച്ച സീറ്റുകൾ കിട്ടി ബീഹാറിൽ. അതിന് കാരണം SIR ആണ്. അത് അവര് തന്നെ പറയുന്നുണ്ട്. അവർക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ 32 ലക്ഷം വോട്ട് SIR വഴി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കി. എന്നിട്ട് ഇലക്ഷൻ നടത്തിയത്. ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടിയോ BJPയോ കോടതിയിൽ പോയില്ല. അവർക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം അവർക്കത് ക്ലീൻ മെജോറിറ്റി കിട്ടാൻ അത് ആവശ്യമായിരുന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ CPIM ഉൾപ്പെടെ കോൺഗ്രസ് വോട്ടധികാർ യാത്ര നടത്തി പ്രതികരിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. ഇലക്ഷൻ ആ 32 ലക്ഷം ഇല്ലാതെ തന്നെ അവർ നടത്തി.
ഇന്നിപ്പോ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ SIR അനുസരിച്ചുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ജനുവരി മാസം 22-ാം തീയതി വരെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാം. ആ വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നു 24 ലക്ഷം വോട്ട് ഇപ്പോ SIR വഴി അപേക്ഷ കൊടുത്തിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ 24,000 വോട്ടിന് പുനഃസ്ഥാപിച്ചാല് കഴിഞ്ഞ അസംബ്ലിയിൽ ഉണ്ടായ 24 ലക്ഷം വോട്ട് ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിനി പുനഃസ്ഥാപിക്കണം. അതിന് 24 ലക്ഷം പേരെ പുതുതായി വോട്ട് ചേർക്കണം. അത് മാത്രമല്ല 18 വയസ്സാകുന്നവരെ പുതുതായി ചേർക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അസംബ്ലിയിൽ വോട്ട് ചെയ്ത ആളുകളും. ഇപ്പൊ ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പാക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സൂക്ഷ്മമായി നോക്കണം. അസംബ്ലിയിൽ ഏപ്രിലിൽ ഇലക്ഷൻ, ഫെബ്രുവരിയിൽ ഇലക്ഷൻ വിജ്ഞാപനം വരും. അതിന് നമ്മുടെ വോട്ടവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് BLOമാര് പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനം പഴയ പോലെ പഴുതടച്ചല്ല എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ടേപ്പും ചെയ്യണ്ട. ഞാൻ ഈ പറയുന്നത് നമ്മളൊക്കെ സ്കോഡ് ഇറങ്ങാൻ വീടുകളിൽ ചെല്ലുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ സഹായം എന്റെ വോട്ടില്ല. ആ വോട്ടറുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള മട്ടില്ല. വോട്ടർ അറിയുന്നില്ല. അയാൾക്ക് ഈ സ്ലിപ്പ് കൊടുക്കുമ്പോഴാണ് അയാൾ അറിയുന്നത്. സ്ലിപ്പ് കൊടുക്കുമ്പോ വോട്ടില്ല, എന്റെ വോട്ടില്ല, എന്റെ മോളുടെ വോട്ടില്ല. ഇടതുപക്ഷ വോട്ടാണ്. നമ്മൾ ചെല്ലുമ്പോ വിഷമിച്ചു, നമ്മൾ മുഖത്തേക്ക് നോക്കണം. മനസ്സിലാക്കാൻ ചോദിച്ചു, അത് നമുക്കറിയില്ല, വോട്ടില്ല, വോട്ടർ പട്ടിക നോക്കിയപ്പോ ഇല്ല എന്നാണ് പറയാം. പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കാത്ത ദുർബലതകൾ സംഘടനാപരമായി വളരെയധികം ഉണ്ട്. നമ്മൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരോടൊക്കെ ഈ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മെമ്പർമാരുടെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കണം. പ്രദേശത്തെ LDF പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ തൊഴിലാളികളെ കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ കണ്ടാൽ തന്നെ ശരിയായൊരു ചിരിയല്ല ചിരിക്കാൻ പോകുന്നത്. വോട്ട് ചിരി ചിരിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും വോട്ട് കിട്ടുമെന്ന് വിചാരിക്കും, അവനെ എഴുതി കൊടുക്കും കുറച്ച വോട്ടാണെന്ന്. പക്ഷേ പെട്ടി പൊട്ടിക്കും, പൊട്ടിപ്പോകും. ഒരു മണപ്പുറത്ത് കണ്ട പരിചയം പോലും നമ്മൾ കാണിക്കില്ല. ഞാൻ 108 ആംബുലൻസിന്റെ മെമ്പറാണ് എന്നൊക്കെ നിങ്ങൾ പറയൂ. ഞാൻ CIT ആണ് സഹായെന്ന് പറയൂ. അതേ കള്ളച്ചിരിയോടുകൂടി കള്ളദൃഷ്ടിയോടുകൂടി അവരെ അഭികരിക്കും. എനിക്കറിയില്ല. പ്രദേശ പ്രവർത്തകർ ഇപ്പൊ പഴയ സൈക്കോളജി ഒന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ചിരിച്ചു കാണിച്ചാൽ അപ്പൊ ഈ വോട്ട് കിട്ടുമെന്ന് എഴുതും. പാവം അവരെ പറ്റിച്ചു എന്നുള്ളതിനെ നമ്മൾ അകത്തേക്ക് വാരടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയും വോട്ട് നേരത്തിൽ. അതുകൊണ്ടാണ് ഈ കൊഴിഞ്ഞു പോകുന്നത്. ഭയങ്കര ക്ഷീണമല്ലേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് ഉണ്ടായത്. അടിത്തറയൊക്കെ പോയിട്ടില്ല എന്ന് ഗോതമാഷ് പറഞ്ഞാൽ പോയത് പോയോ? പോയോ? വണ്ടി പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരണം. ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനമാണോ ആളുകൾക്ക്? അല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാത്തത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തടക്കം ഏറ്റവും മികവുറ്റ സംസ്ഥാനമായി കേരളം നിൽക്കുന്നു എന്നാണ്. കൊച്ചു കേരളം. BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനും അല്ല കിട്ടിയിട്ടുള്ള അവാർഡ്. ഭരിക്കുന്ന BJP ഗവൺമെന്റ് അവരുടെ നിർദ്ദേശമാണ് പറയുന്നത്. അതെല്ലാം കേരളത്തിന് ലഭ്യമാണ്. വീട്ടമ്മമാർക്ക് പ്രകടനപത്രികയിൽ പറഞ്ഞ പോലെ ചെറിയതാണെങ്കിലും ഒരു തുടക്കം കുറിക്കുന്നു 1000 രൂപ. എല്ലാവർക്കും ഇല്ലാന്നുള്ള പരിഭവമുണ്ട്. പക്ഷെ കുറച്ചു പേർക്കെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. തുടങ്ങട്ടെ. 45 രൂപ സാമൂഹ്യ പെൻഷൻ കൊടുത്ത നയനാരുടെ കാലത്ത് തുടങ്ങിയത് അങ്ങനെയാ. അന്ന് 1 ലക്ഷം പേർക്ക് പോലും ഉണ്ടായില്ല. ഇന്ന് 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് 2000 രൂപ കൊടുക്കും. ഈ വ്യത്യാസമുണ്ട്. സ്കോളർഷിപ്പ് പഠിക്കുന്ന കുട്ടികൾ ജോലി കിട്ടുന്നവരെ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ 1000 രൂപ കിട്ടും. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലിരിക്കുന്ന കാലത്തേക്ക് ഒരു 1000 രൂപ ഒരു സപ്പോർട്ട് കൊടുക്കാൻ, ഒരു അപേക്ഷ കൊടുക്കാൻ ഒക്കെ വേണ്ടി. ഇതെല്ലാം ഇല്ലാത്ത കാശുണ്ടാക്കിക്കൊണ്ട് കേരള സർക്കാർ കൊടുക്കുകയാണ്. നിക്ഷേപ സൗഹൃദം കേരളം ബെസ്റ്റ്, ആരോഗ്യ മേഖല കേരളം ബെസ്റ്റ്, വിദ്യാഭ്യാസ മേഖല കേരളം ബെസ്റ്റ്, എല്ലാം കേരളം ബെസ്റ്റാണ്. പക്ഷേ വോട്ട് മാത്രം ബെസ്റ്റായ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാവില്ല. അതിന് കാരണം എന്താ? ഇപ്പൊ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുടക്കം വരുത്തിയത് കൊണ്ടോ ഉണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയോ ഗവൺമെന്റ് ഇപ്പൊ കടമെടുത്തിട്ടാണ് ആ പെൻഷൻ കുടിശ്ശിക കുറച്ച് തീർക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴേക്ക് ഇലക്ഷൻ വന്നുപോയി. അവരൊക്കെ ഗവൺമെന്റ് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടോ പറയാൻ കഴിയില്ല. ചിലരൊക്കെ ഈ കത്തിച്ചാക്കത്തണതാണെന്നുണ്ടെങ്കിൽ ഈ ചോര ഇങ്ങനെ നോക്കണം. അങ്ങനെയുള്ള ആളുകൾ ഇനിയിപ്പോ വായു ഭക്ഷണം കഴിച്ചാലും ഉമിനീര് കുടിച്ചാലും വേണ്ടില്ല ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ടാവും.
പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കാശിന് കാശ് വേണ്ടേ, കുടുംബം പോറ്റണ്ടേ. അപ്പൊ അതിലൊക്കെ പ്രയാസം വരുമ്പോൾ ആളുകൾ പ്രതികരിക്കുന്ന നിലയുണ്ടോ. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഗവൺമെന്റിനെതിരായ വികാരമല്ല വന്നത്, രാഷ്ട്രീയമായി ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിനെ ഒരു ലിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇത് അപകടമാകും എന്നുള്ള നിലയിൽ ചിന്താഗതിയിലേക്ക് പോയി. അതിന് BJPയുടെ വർഗീയ നിലപാടിനെ കൗണ്ടറായി അത് മുതലാക്കിയത് കോൺഗ്രസിലേക്ക് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ മാത്രം ജയിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ തോറ്റുവരുന്നത്. ഈ മനസ്സ് കേരളത്തിൽ കിടക്കുകയാണ്. എന്നാൽ വർഗീയതയെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിനേക്കാൾ ശേഷി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണെന്നുള്ള കാര്യം വർഗീയ ശക്തികൾക്ക് അന്ന് അറിയാം. അതുകൊണ്ടാണ് ത്രിപുര അട്ടിമറിച്ചത്, ബംഗാൾ അട്ടിമറിച്ചത്. അടുത്ത ലക്ഷ്യം ടാർഗറ്റ് അവർ കേരളത്തിലാണ്. ഇതും കൂടി തീർന്നാൽ പിന്നെ ഈ ഇടതുപക്ഷ എന്നുള്ളതാണ്. അതോടുകൂടി ഇന്നിപ്പോ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, നിർമ്മാണ പെൻഷൻ കിട്ടിയില്ലെങ്കിലും ഉള്ളത് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. ഇതാണ് അടുത്ത അസംബ്ലി കൂടി കഴിഞ്ഞാൽ കേരളത്തിനകത്ത് സംഭവിക്കാൻ എന്നുള്ള നിലയിൽ BJPയും കോൺഗ്രസും മാധ്യമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് പ്രിയപ്പെട്ടവര് അത് ഗൗരവത്തോടുകൂടി പരിഗണിക്കണം എന്നുകൂടി നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചെന്റെ വാക്കുകൾ ചുരുക്കുന്നു. സക്കളെ, ഈ സമ്മേളനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് 2 സബ് കമ്മിറ്റികളുണ്ട്. ഒന്ന് മിനിറ്റ്സ് കമ്മിറ്റി, ഒരു നിർദ്ദേശമായി വയ്ക്കാനുള്ളത് ഒന്ന് ഷെൽബി മോൾ, എന്റെ കൺവീനർ സുമി ബാബു, ധനേഷ്, ശ്രീജ. രണ്ടാമതൊരു കമ്മിറ്റി പ്രമേയ കമ്മിറ്റിയാണ്. സൗദേവകുമാർ എന്റെ കൺവീനർ, ജാക്സൺ ജേക്കബ്, സജി മാത്യു, ദീപ. ഇവരാണ് ഇതാണ് ഒരു നിർദ്ദേശമായി വയ്ക്കാനുള്ളത്. അംഗീകരിക്കുമെങ്കിൽ കൈയടിച്ച് സംഘടനയുടെ ഭാരവാഹികളുടെ നിലവിലുള്ള ഭാരവാഹികൾ ഒരു 2 മിനിറ്റ് നമ്മളോട്ട് വരണം. ബാക്കിയുള്ള സഹാക്കൾക്ക്